ചപ്പാത്തിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഫിഷ് മസാലയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ മഹിമാസിമോൻ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഫിഷ് മസാല ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മീൻ നമുക്ക് മാരിനേറ്റ് ചെയ്യണം. മീനിൽ അരപ്പൊക്കെ പുരട്ടി കുറച്ച് നേരം വെക്കണം. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടെ പുരട്ടി മീൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഞാൻ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് 400 ഗ്രാം മീനാണ്. ഇത് വെള്ള വറ്റയാണ്. ഏത് മീൻ വെച്ച് ഉപയോഗിക്കാം. ഈവൻ അയലയൊക്കെ വെച്ചിട്ട് നമുക്കുണ്ടാക്കാം. പച്ച, കള്ളാഞ്ചി, മോത, ആവോലി, നെമ്മീൻ, ഏത് മീൻ വെച്ചിട്ട് ഈ റെസിപ്പി ചെയ്യാം. പിന്നെ നല്ല ഫ്രഷ് മീൻ ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ സമയമുണ്ടെങ്കിൽ മീൻ മാരിനേറ്റ് ചെയ്തിട്ട് 10 മിനിറ്റ് മാറ്റി വെക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ മാരിനേറ്റ് ചെയ്ത ശേഷം നമുക്ക് ഈ മീൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കുകയാണ്. 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ചൂടായി നമുക്ക് മീനിട്ട് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് എണ്ണയിലാണ്. ഒരുപാട് മൂപ്പിച്ച് വറക്കേണ്ട ആവശ്യമില്ല. ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ ആയാൽ മതി. ഇത് നമ്മളിങ്ങനെ ചെയ്യുന്നത് നമ്മൾ കറിയിലേക്ക് ഇടുമ്പോൾ പൊടിയാതൊക്കെ ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ്. ഇതേപോലെ എല്ലാ പീസും 2 സൈഡും ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക. 2 സൈഡും ലൈറ്റ് ബ്രൗൺ ആയി. നമ്മൾ 5 സ്ലൈസ് മീനും ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെയാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് നല്ല മീനിൻ്റെ നല്ല ഫ്ലേവർ ഉണ്ടാവും എണ്ണയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് എണ്ണ കളയേണ്ട ആവശ്യമില്ല. ഈ എണ്ണയിലേക്ക് തന്നെ ഒരു 2 മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്തത് ചേർക്കാം. അപ്പം കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഇത് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ വഴറ്റിയെടുക്കുക. ഇവിടെ നമുക്ക് സവോളയൊക്കെ ലൈറ്റ് ബ്രൗൺ ആയി വരുന്നു. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചതച്ചെടുക്കാനായിട്ടുണ്ട്. അതിനായിട്ട് ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 ചുവന്നുള്ളി, 5 വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചോ അരച്ചോ എടുക്കാം. ഈ മിക്സ്ചർ നമുക്കിതിനകത്തേക്ക് ചേർക്കാം. പിന്നെ പച്ചമണം മാറാനായിട്ട് കുറച്ച് സമയം എടുക്കും. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇവിടെ പച്ചമുളക്, ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറി. നമുക്ക് മസാലകൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു നുള്ള് ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂണിൻ്റെ പകുതി 1/8 ടീസ്പൂൺ ഉലുവാപ്പൊടി. കൂടാതെ ഇതിലേക്ക് ഇഞ്ചി നുറുക്കിയത് ഒരു 1/2 ടീസ്പൂൺ കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റുക.
മസാല കരിയാണ്ട് ശ്രദ്ധിക്കണം. ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അതിനകത്തേക്ക് ടൊമാറ്റോസ് ചേർക്കാം. അപ്പം മസാല ബേൺഡ് ആവാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇവിടെ ഞാൻ 1.5 മീഡിയം ടൊമാറ്റോ ഉപയോഗിച്ചേക്കുന്നത്, മീഡിയം സൈസ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ആ ടൊമാറ്റോസ് എല്ലാം ഉടയുന്ന വരെ കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. മസാല എല്ലാം ഒന്ന് കുക്ക് ആവണം, ടൊമാറ്റോ എല്ലാം നന്നായിട്ടൊന്ന് വെന്തുടയണം. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം. ഇപ്പം നോക്കിയാൽ ടൊമാറ്റോസൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞു, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ മസാല നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് വേപ്പിലയും കൂടെ ഇടാം. നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. അപ്പം ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർക്കണം. ഒരു കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കും, 1 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടെ ചേർക്കാം. നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നത്, ലൈറ്റായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നത് ഫിഷിനകത്തേക്ക് ചേർക്കാം. മീനിട്ട് കഴിഞ്ഞ് ഒരുപാട് നമുക്ക് ഇളക്കാൻ പാടില്ല. ഒരു 2-3 മിനിറ്റ് ആ മസാലയൊക്കെ മീനിലേക്ക് പിടിക്കുന്ന വരെ 2-3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഫിഷ് മസാല ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് കഴിക്കാൻ നല്ലതാണ്. തേങ്ങാപ്പാലിട്ടാൽ വേറൊരു ഫ്ലേവറാണ്. ഈ ഒരു രീതിയിൽ തന്നെ കഴിക്കാൻ നല്ല, ചപ്പാത്തിയുടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതേപോലെ സെർവ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കും. ഏകദേശം ഒരു 1/3 കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ എപ്പോഴും ഓർക്കുക, ഓപ്ഷണലാണ്, നിർബന്ധമില്ല. തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. ചുറ്റിച്ചു കൊടുക്കുക, ഇളക്കാതിരിക്കാനായിട്ട്. ഇളക്കിയാൽ മീൻ പൊടിയും, അത് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് നമ്മുടെ മീൻ നല്ലൊരു പരുവത്തിലായി. നമുക്ക് വേണ്ട തിക്നെസ്സിലാണ് ഒഴിച്ചേക്കുന്നത്. ഒന്നുകൂടി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ലൈം ജ്യൂസ് ചേർക്കാം. അത് ഓഫ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ചെറിയൊരു പുളി കുറവാന്ന് തോന്നുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി ലൈം കൂടെ ചേർക്കാം. ഇത് നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് പൊട്ടിച്ച് ചേർക്കാം, ഒന്നുകൂടെ ഒരു ഫ്ലേവറാണ്, കടുകിൻ്റെ ഫ്ലേവറൂടെ വരും. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. നല്ല മണവും നല്ല രുചിയുമുള്ള ഫിഷ് മസാല റെഡിയാണ്. ഇവിടെ ഞാൻ കടുകൊന്നും പൊട്ടിച്ചിട്ടില്ല, കടുക് പൊട്ടിച്ചാലും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്ലേവർ ഭയങ്കര നല്ലൊരു ഫ്ലേവറാണ്. ഇത് ചപ്പാത്തി, പറാട്ട അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇതേപോലെ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.